പോവുകയാണ്. വയനാട് മൂലങ്കാവിൽ കാട്ടുതീ. ദേശീയപാതയോരത്തെ വനമേഖലയിലാണ് ഈ തീ പടർന്നത്. കമൽ ചേരുന്നു ആദ്യം ദൃശ്യങ്ങളിലേക്ക്. കമലിലേക്ക് പോവുകയാണ്. കമൽ, ഈ ദൃശ്യങ്ങളിൽ വലിയ രീതിയിലുള്ള കാട്ടുതീ, വലിയ തീ തന്നെയാണ് ദൃശ്യമാവുന്നത്. ഈ മൂലങ്കാവിൽ എന്ന് പറയുന്നത് മുത്തങ്ങ വനമേഖലയുടെ ഭാഗമാണോ, ജനവാസ മേഖലയ്ക്ക് അടുത്താണോ ഈ ഒരു സംഭവം നടക്കുന്നത്? എന്താണ് സംഭവ സ്ഥലത്ത് അവിടെ ഇപ്പോൾ നടക്കുന്ന കാര്യം എന്താണ്? സേതുലക്ഷ്മി, തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് നടക്കുന്നത്. വനംവകുപ്പ് ഫയർഫോഴ്സിന്റെ അടക്കം സഹായം തേടിയിട്ടുണ്ട്. വാച്ചർമാരും എല്ലാം ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നട്ടുച്ച സമയമാണ്. കനത്ത ചൂടും വെയിലുമൊക്കെയാണ് വയനാട്ടിലും അനുഭവപ്പെടുന്നത്, മറ്റ് പ്രദേശങ്ങളെ പോലെ തന്നെ. അതുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ദുഷ്കരമാണ്. ഇത് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗം തന്നെയാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മുത്തങ്ങ എത്തുന്നതിന് മുൻപ് മുത്തങ്ങ വനമേഖലയുടെ ഭാഗം തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. ആ ഭാഗത്താണ് തീ പടർന്നിരിക്കുന്നത്. ഉണങ്ങിയ മുളങ്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ വേനൽക്കാലത്ത് ഇത്തവണ കാട്ടുതീ വലിയ രീതിയിൽ കാട്ടുതീ പടരാതെ വനംവകുപ്പ് ശ്രദ്ധിച്ചിരുന്നു. വലിയ ശ്രമങ്ങളൊക്കെ അതിന് നടത്തിയിരുന്നു. ആദ്യമായാണ് ഇത്രയും വലിയൊരു കാട്ടുതീ ഈ സീസണിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും തീ കെടുത്താനുള്ള തീവ്രമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കമൽ, ഇത് എപ്പോഴായിരുന്നു സംഭവം? അല്പസമയം മുമ്പ് ഉച്ചയോടെ തീ പിടിച്ചു എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. എന്തായാലും ഫയർഫോഴ്സ് ഉൾപ്പെടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. കൂടുതൽ ശ്രമങ്ങൾ നടത്താൻ വനംവകുപ്പ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അതിർത്തി കടന്ന് കർണാടക ബന്ദിപ്പൂർ വനമേഖല, ഇവിടെ ഇന്ന് എങ്ങനെ കാട്ടുതീ ഉണ്ടായി, റോഡരികിൽ നിന്നൊക്കെ കാട്ടുതീ പടർന്നതാണോ എന്ന ഇടയിലും അവിടെ തീ പിടിച്ചിരിക്കുന്നു. കെടുത്താനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുന്നു വനംവകുപ്പ്. മറ്റ് ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കാനാണ് ശ്രമം. ഇത് ദേശീയപാതയിൽ നിന്ന് അകലെയല്ലാത്ത സ്ഥലത്താണ് തീ പിടിച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതൽ സ്ഥലത്തേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തുന്നത്. കമൽ, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈ ഒരു മേഖല ഇത് ജനവാസ മേഖലയ്ക്ക് അടുത്താണോ? മൂലങ്കാവ് എന്ന് പറയുന്നത് ഒരു ജനവാസ മേഖലയാണ്. പക്ഷേ തീ പടർന്നിരിക്കുന്നത് വനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയ്ക്ക് നിലവിൽ ഒരു ഭീഷണി ഇല്ല. പുറത്തേക്ക് തീ പടരാനുള്ള ഒരു സാധ്യത നിലവിലില്ല. പക്ഷേ ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വലിയ രീതിയിൽ എല്ലാം ഉണങ്ങിയ അവസ്ഥയിലാണ്. വേനൽമഴ തീരെ ലഭിക്കാത്ത പ്രദേശങ്ങളാണ്. മാത്രമല്ല കടുത്ത ചൂടും വെയിലുമാണ്. അതുകൊണ്ട് തന്നെ ഈ തോട്ടങ്ങളിലേക്കൊക്കെ തീ പടരാനുള്ള ഒരു സാധ്യത കാണേണ്ടതുണ്ട്. എന്തായാലും തീ പടരാതിരിക്കാനും തീ എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാനുമുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടോ വനംവകുപ്പ്? അത്തരത്തിലൊരു നിർദ്ദേശം ഇതുവരെ നൽകിയതായി വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും വനത്തിനുള്ളിലായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ജനവാസ മേഖലയ്ക്ക് ഒരു ഭീഷണി ഇല്ല എന്നുള്ള വിവരമാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിക്കുന്നത്. എന്തായാലും തീ എങ്ങനെയെങ്കിലും നിയന്ത്രണ വിധേയമാക്കാനാണ് ശ്രമിക്കുന്നത്. അടിക്കാടുകൾ അധികം ഇല്ലാത്ത. കമൽ, തുടരൂ. നമുക്കിപ്പോ IC ബാലകൃഷ്ണൻ MLA ചേരുന്നുണ്ട്. ശ്രീ IC ബാലകൃഷ്ണൻ, ഈ മൂലങ്കാവില് കാട്ടുതീ പടർന്നു പിടിക്കുകയാണ്. അങ്ങ് ഈ സംഭവത്തെ കുറിച്ച് അറിഞ്ഞിരുന്നോ? എന്താണ് നിലവിലെ ഒരു അവസ്ഥ? എങ്ങനെയാണ് തീ അണയ്ക്കൽ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നത്? അല്ല, ഇതിന്റെ അകത്ത് അവിടെ കാട്ടുതീ പിടിച്ചത് യാഥാർത്ഥ്യമാണ്. അവിടെ ഫയർഫോഴ്സും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും ഉണ്ട്. ഒരു അപായമില്ല. എങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തില് ഏതാണ്ട് ഡിസംബർ ജനുവരിയോടുകൂടി ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി മേഖലയിൽ അല്ലാത്ത മറ്റുള്ള സോഷ്യൽ ഫോറസ്റ്റ് മേഖലയിലൊക്കെ ഈ കാട്ടുതീ തടയുന്നതിന് വേണ്ടി ഫയർ ലൈൻ തെളിക്കേണ്ടതായിരുന്നു. ഈ ഘട്ടം വരെ ഫയർ ലൈൻ തെളിച്ചതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഫയർ ലൈൻ തെളിച്ച് കത്തിച്ചതുമായിട്ട് ബന്ധപ്പെട്ടോ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് ഫോറസ്റ്റിന്റെ അടുത്ത് വന്ന ഗുരുതരമായ ഒരു വീഴ്ചയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. എന്നാൽ പോയി യാദൃശ്യമായി ഉണ്ടായ ഈ സംഭവ വികാസം എന്ന നിലക്ക് അത് ഫയർഫോഴ്സും മറ്റുദ്യോഗസ്ഥന്മാരും നാട്ടുകാരും അവരുടെ സാന്നിധ്യത്തില് ജനവാസ കേന്ദ്രത്തിലോട്ട് തീയെത്താത്ത രൂപത്തിലേക്കുള്ള ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഫോറസ്റ്റിലേക്ക് തീ ആളിപ്പടരുകയാണ്. ഇത് ഇപ്പൊ ഞാൻ DFOനെ വിളിച്ച് സംസാരിച്ചിരുന്നു. കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ അവരുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, ശ്രീ IC ബാലകൃഷ്ണൻ, അങ്ങ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവരെ എന്താണ് പറയുന്നത്? തീ അണയ്ക്കാനുള്ള ശ്രമം ഉടനെ തന്നെ അത് തീ അണയ്ക്കാനാകും എന്നൊരു കാര്യം അവർ പറയുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അവര് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ടെന്ന് DFO പറഞ്ഞു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണമെന്നും അദ്ദേഹത്തോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ശരി, വളരെ നന്ദി ശ്രീ IC ബാലകൃഷ്ണൻ പ്രതികരിച്ചതിന്. വയനാട് മൂലങ്കാവിലാണ് കാട്ടുതീ പടർന്നു പിടിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. ദേശീയപാതയുടെ വനമേഖലയാണ് ഇത്. പക്ഷേ ഇത് ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്തല്ലാത്തതാണ് ഒരു ആശ്വാസകരമായ ഒരു കാര്യം. ഉൾക്കാട്ടിലാണ് ഈ തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കമലിലേക്ക് ഒരിക്കൽ കൂടി പോകാം. കമൽ, ഇതിപ്പോ കാട്ടിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ തീ പൂർണ്ണമായും അണയ്ക്കാനും സാധിച്ചിട്ടില്ല. വന്യമൃഗങ്ങൾ ഏറെയുള്ള ഒരു പ്രദേശം കൂടി ആയിരിക്കില്ലേ ഇത്? ധാരാളം വന്യമൃഗങ്ങളുള്ള പ്രദേശം തന്നെയാണ്. പക്ഷെ ഒരു മേഖലയിൽ നിന്ന് തീ പടർന്നതുകൊണ്ട് തന്നെ മൃഗങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് പെട്ടെന്ന് മാറാനുള്ള ഒരു സാധ്യതയാണുള്ളത്. എങ്കിൽ കൂടി ജൈവസമ്പത്തിനൊക്കെ വലിയ ഭീഷണിയാണ്. മാത്രമല്ല ഈ സമയമാണ് സേതു. ഇപ്പോൾ വയനാട്ടിലെ ഏറ്റവും കൂടുതൽ കൂടിയ ചൂട് അനുഭവപ്പെടുന്നത് ഉച്ചയ്ക്ക് 2 മണി മുതൽ ഏതാണ്ട് 4 മണി വരെയുള്ള സമയത്താണ് വെയിലിന് ഏറ്റവും കാഠിന്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഉച്ച സമയത്ത് ഇത്തരത്തിൽ തീ പടരുമ്പോൾ അത് കെടുത്താനുള്ള ശ്രമം അതീവ ദുഷ്കരമാണ്. അതാണ് ഈ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഫയർഫോഴ്സിന്റെ വാഹനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ കാട്ടിൽ ഇങ്ങനെ ഉണങ്ങിയ മുളങ്കൂട്ടത്തിനൊക്കെ തീപിടിക്കുമ്പോൾ അത് നിയന്ത്രണ വിധേയമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്താണെങ്കിലും അതിനുള്ള ശ്രമം തുടരുകയാണ്. അതുപോലെ MLA പറഞ്ഞതുപോലെ ഈ ഫയർ ലൈൻ എടുക്കുന്നതിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ടതുണ്ട്. വനം വകുപ്പിന് ആവശ്യത്തിന് വാച്ചർമാരില്ലാത്തതും ഈ മനുഷ്യ വന്യജീവി സംഘർഷം ഉള്ള പ്രദേശങ്ങളിൽ